എന്താണ് ഇ ഡിയുടെ ജോലി? എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇ ഡി എന്ന് നമ്മളെല്ലാവരും വിളിക്കും. പത്രങ്ങളിൽ വാർത്ത വരുന്ന അങ്ങനെയാണ്. ഇ ഡി ഇടപെട്ടു. കഴിഞ്ഞ ദിവസം ശബരിമല കൊള്ളയായിട്ട് അനുബന്ധിച്ച് 110 ഇ ഡി ഉദ്യോഗസ്ഥന്മാർ കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും ഹൈദരാബാദിലും അവർ 23 സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തി. എന്താണ് റെയ്ഡ് നടത്തി അവർ കണ്ടെടുക്കുന്നത്? നിങ്ങളുടെ കുടുംബത്തിലുള്ള അല്ലെങ്കിൽ ഓഫീസിലുള്ള റെക്കോർഡുകളെല്ലാം പരിശോധിച്ചിട്ട് വസ്തുക്കൾ എന്തുമാത്രം നിങ്ങൾ വിലയ്ക്ക് വാങ്ങി കൂട്ടിയിട്ടുണ്ട്, അൺഒഫീഷ്യലായിട്ട് എത്രമാത്രം പണം സൂക്ഷിച്ചിട്ടുണ്ട്, സ്വർണം സൂക്ഷിച്ചിട്ടുണ്ട്, നിങ്ങളുടെ വരുമാന മാർഗം എന്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിനുള്ള റെക്കോർഡുകൾ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടോ, ഓഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ടോ, ഇതെല്ലാം പിടിച്ചെടുക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും വരുമാനമുണ്ടോ, വരുമാനത്തിൽ കൂടുതലുള്ള പണം, സ്വത്ത്, ഇത് നിങ്ങൾ സമ്പാദിച്ചിട്ടുണ്ടോ നിയമവിരുദ്ധമായി, അതാണ് ഇ ഡി അന്വേഷിക്കുന്നത്. അപ്പം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് 1956 മെയ് 1 ഇന്ത്യയിൽ നിലവിൽ വന്നതെന്ന് ആലോചിക്കണം. സ്വാതന്ത്ര്യം പ്രാപിച്ച 5-8 വർഷം കഴിഞ്ഞപ്പം തന്നെ ഇ ഡി ഇന്ത്യയിൽ നിലവിൽ വന്നു. ഇന്ത്യയുടെ സാമ്പത്തിക സ്രോതസ്സ് വർദ്ധിപ്പിക്കാനും ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് കൂടുതൽ ശക്തിയായി ഉയരാനും കള്ളപ്പണം നടത്തുന്നവരിൽ നിന്ന് പിടിച്ചെടുക്കാനും തന്നെയാണ് ഇ ഡി രൂപീകരിച്ചിരിക്കുന്നത്. 1956 മെയ് 1 രൂപീകരിച്ചെങ്കിലും അടുത്ത കാലത്താണ് ഇ ഡിയുടെ പ്രവർത്തനത്തെപ്പറ്റി നമ്മൾ കൂടുതലൊക്കെ മനസ്സിലാക്കുന്നതും കേൾക്കുന്നതും നടപടി വരുന്നതും. ഇ ഡിയുടെ പ്രാഥമികമായ ചുമതല നിയമവിരുദ്ധമായി രാജ്യത്ത് ആരെങ്കിലും പണം സമ്പാദിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ പണം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടോ, ഹവാല ഇടപാട് നമുക്കറിയാം, കള്ളപ്പണങ്ങൾ വരുന്നത് ഹവാല ഇടപാട് ആരെങ്കിലും നടത്തുന്നുണ്ടോ, ഫെമ വയലേഷൻ, ഫോറിൻ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഫോറിൻ മണിയുടെ ട്രാൻസ്ഫർ അങ്ങോട്ടയക്കൽ ഇങ്ങോട്ടയക്കൽ, അപ്പോൾ ഫെമ വയലേഷൻ, ഇങ്ങനെ നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് ഓഫീസും പരിശോധിച്ച് അങ്ങനെ സമ്പാദിച്ച വസ്തുക്കളുടെ ആ ഭൂമിയുടെ ഏതെങ്കിലും റെക്കോർഡുണ്ടെങ്കിലും ബിനാമി റെക്കോർഡുണ്ടെങ്കിലും ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിലും അതൊക്കെ പിടിച്ചെടുക്കും. നിങ്ങളുടെ വീട്ടിലുള്ള പണം മുഴുവൻ പിടിച്ചെടുക്കും. നിങ്ങളുടെ വീട്ടിലുള്ള പണം ചിലപ്പം സ്വർണവും പണമൊക്കെ ചിലപ്പം നിങ്ങൾ അവകാശപ്പെടുന്ന പോലെ നിങ്ങൾ സമ്പാദിച്ചാണെങ്കിൽ ചിലപ്പോൾ അത് തിരിച്ച് തന്ന് രസീത് വാങ്ങിച്ചു, അല്ലെങ്കിൽ പണം നിങ്ങൾക്ക് തന്നിട്ട് അത് കൈപ്പറ്റി എന്നുള്ള റെക്കോർഡ് ഉണ്ടാവും. ഇങ്ങനെ എല്ലാം കൂടെ നോക്കിയിട്ട് നിങ്ങളുടെ വരുമാന മാർഗം എന്ത് ഏതെങ്കിലും ഉണ്ടോ, ഇല്ലാത്തവന്മാരെല്ലാം വലിയ വലിയ കെട്ടിടങ്ങളും വലിയ വലിയ കാറിലും ഒക്കെ നടന്ന് പല രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നാമ്പുറത്ത് ഒളിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അതാണ് ഇ ഡി അന്വേഷിക്കുന്നത്. ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണ കൊള്ളയിൽ ധാരാളം പണങ്ങൾ വന്നതായിട്ട് ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ആ സ്വർണം മോഷ്ടിച്ചിട്ട് ആ പണം എങ്ങോട്ടൊക്കെ ഒഴുകി, ഏതൊക്കെ പ്രസിഡന്റുമാരെ ഏതൊക്കെ ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് വന്നു, അത് പല അക്കൗണ്ടിൽ കൂടെ കറങ്ങി അടിച്ച് വന്നതാകാം, വിദേശത്ത് നിന്നും പണം വന്നതാകാം. എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് അർഹതയില്ലാത്ത പണം വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ പിടിച്ചെടുത്തിട്ട് ഫ്രീസ് ചെയ്യും. നിങ്ങൾ താമസിക്കുന്ന വീട് ഉൾപ്പെടെ എല്ലാ വസ്തുവകകളും ബിനാമി വസ്തുക്കളും എല്ലാം ഫ്രീസ് ചെയ്ത് നിങ്ങൾക്കത് അനക്കാൻ മേലാത്ത, ട്രാൻസ്ഫർ ചെയ്യാൻ മേലാത്ത, അതുകൊണ്ടൊരു പ്രയോജനമില്ലാത്ത രീതിയിൽ അതങ്ങ് ഫ്രീസ് ചെയ്ത് വെക്കും. പിന്നെ ആ വസ്തു കൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല, ആ പണം കൊണ്ടും വലിയ പ്രയോജനം ഉണ്ടാവില്ല. മറ്റൊരു പ്രശ്നം, ഇ ഡിയുടെ ബാധ്യത 226 ഭരണഘടനയുടെ 226 അനുസരിച്ച് സുപ്രീം കോടതിയിലാണ്. അത് ഇന്ത്യ മുഴുവൻ അത് ജൂറിസ്ഡിക്ഷനുള്ള ഇ ഡി രാജ്യത്തിൻ്റെ സാമ്പത്തിക നേട്ടം ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇ ഡി രൂപീകരിച്ചിരിക്കുന്നത്. അത് അവർ സമാധാനം പറയേണ്ടത് സുപ്രീം കോടതിയിലാണ്. ഇപ്പോൾ അടുത്ത ദിവസം ഒരു ചോദ്യം വന്നിരുന്നു, ഹൈക്കോടതിക്ക് ഇ ഡിയുടെ കാര്യത്തിൽ ഇടപെടാമോ, അവരുടെ ഭരണഘടനാപരമായ കാര്യങ്ങളിൽ അവരുടെ നടപടിക്രമങ്ങളെ പറ്റി അതിലൊക്കെ ഹൈക്കോടതിക്ക് ഇടപെടാമോ എന്നുള്ളൊരു പ്രസക്തമായ ചോദ്യം വന്നിട്ടുണ്ട്, ഇ ഡി ഉയർത്തിയിട്ടുണ്ട്. ഇ ഡിയുടെ ബാധ്യത സുപ്രീം കോടതി മുഖേന തന്നെ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, സ്വർണ്ണക്കൊള്ള നടത്തിയവർ 21 സ്ഥലങ്ങളിൽ കേരളത്തിൽ അവർ റെയ്ഡ് നടത്തി. പിന്നീട് അവർ കർണാടകയിൽ
അതുപോലെ തമിഴ്നാട്ടിലെ ചെന്നൈയിൽ, ഹൈദരാബാദിൽ, ബാംഗ്ലൂർ, ഇങ്ങനെ പല സ്ഥലത്തും അവർ റെയ്ഡ് നടത്തി. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാകുന്നത് ഈ ഭാഗങ്ങളിലെല്ലാം ശബരിമല കൊള്ളയുടെ പണം വരികയോ പോവുകയോ, അവിടുത്തെ സ്വർണം വരികയോ പോവുകയോ, അവിടുത്തെ പണം വരികയോ പോവുകയോ, അവിടുത്തെ ശില്പങ്ങൾ, വിഗ്രഹങ്ങൾ വരികയോ പോവുകയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. ഇപ്പോൾ ഏകദേശം 13ഓളം പ്രതികളെ SIT അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചില പ്രതികളെ നമുക്കറിയാം. കോയമ്പത്തൂരിലെ വിഗ്രഹം കടത്തി എന്ന് പറഞ്ഞ ഒരു മണി, അയാളുടെ ഒരു അസിസ്റ്റൻ്റ് ശ്രീകൃഷ്ണൻ, അങ്ങനെ 3 പേരെ, അതുമായിട്ട് ബന്ധപ്പെട്ട 3 പേരെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. അവർ ശബരിമല കൊള്ളയുടെ സ്വർണം കൈകാര്യം ചെയ്തതിന് തെളിവില്ല, അല്ലെങ്കിൽ അവിടുത്തെ വിഗ്രഹം അവർ കൂടെ കടത്തിയെന്ന് തെളിവില്ല, അല്ലെങ്കിൽ കട്ടളപ്പടി അവർ വിദേശത്തേക്ക് കടത്തിയെന്ന് തെളിവില്ല SITക്ക് എന്ന് പറഞ്ഞിട്ടാണ് അവരെ തൽക്കാലത്തേക്ക് പറഞ്ഞു വിട്ടത്. അതേസമയത്ത് ED അവരെ ചോദ്യം ചെയ്യും, അവരെ വിളിപ്പിക്കും. ശബരിമല കേസുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചെയ്ത് വിട്ടയച്ച മുൻ മന്ത്രി കടകംപള്ളി, അങ്ങനെ ചില ആൾക്കാരെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ടുണ്ട്. അവരെ എല്ലാം വീണ്ടും വിളിപ്പിക്കും. ഏകദേശം ബൃഹത്തായ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഏകദേശം 113 പേരുടെ ലിസ്റ്റോളം വന്നിട്ടുണ്ടെന്നാണ് വരുന്നത്. ഏതായാലും ഈ EDയുടെ രംഗപ്രവേശനത്തോടു കൂടി ശബരിമല സ്വർണ്ണക്കടത്തുമായിട്ട് അല്ലെങ്കിൽ സ്വർണ്ണ വേട്ടയായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ മണി ട്രാൻസാക്ഷനും അവർ ഫ്രീസ് ചെയ്യും. മുഴുവൻ മണി ട്രാൻസാക്ഷനും അത് മുഖേന കൈപ്പറ്റിയ ഒരു സ്വത്ത് സമ്പാദിച്ചത് മുഴുവൻ ഫ്രീസ് ചെയ്യും. അതിനുള്ള നടപടിയിലേക്ക് നീങ്ങുകയാണ്. ഇതിൻ്റെ അർത്ഥം ഈ രീതി കൊള്ള നടത്തി പണം സമ്പാദിച്ചവർ അവരനുഭവിക്കുന്ന സ്വത്തുക്കളൊന്നും തീർച്ചയായിട്ടും അത് ശബരിമലയായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അനുഭവിക്കാൻ ഇനി കഴിയില്ല എന്നാണ്. EDയുടെ കേസിൻ്റെ അറസ്റ്റ് അടുത്ത് തന്നെ ഉണ്ടാകും. കാരണം ചില സ്ഥലങ്ങളിലെ ED മുരാരി ബാബുവിൻ്റെയും അതുപോലെ തന്നെ പെരുന്നയിലുള്ള വസതികളിലൊക്കെ അവർ നടത്തിയ ചില റെയ്ഡുകളിൽ, അല്ലെങ്കിൽ അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന 2-3 പേരുടെ വീടുകളിൽ റെയ്ഡ് നടത്തി പല സാധനങ്ങൾ അല്ലെങ്കിൽ പല റെക്കോർഡുകളും പിടിച്ചെടുക്കാതെ പോയി, അല്ലെങ്കിൽ അതിന് പ്രസക്തിയില്ല എന്ന് പറഞ്ഞു പോയി. അങ്ങനെയുള്ള റെക്കോർഡുകൾ ഇപ്പം പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയുള്ള എവിഡൻസുകളൊക്കെ SITക്ക് പ്രസക്തമായി തോന്നിയില്ലെങ്കിലും മണി ലോണ്ടറിങ്ങായിട്ട് ബന്ധപ്പെട്ട്, അല്ലെ ഫോറിൻ കറൻസിയായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡുകൾ പിടിച്ചെടുത്തെന്നാണ് ഇപ്പം വരുന്നത്. അത് തന്നെയല്ല, ഇവിടുന്ന് വിദേശത്ത് സഞ്ചരിച്ച ഈ ദേവസ്വം ബോർഡിലെ എല്ലാ വ്യക്തികളും അവരുടെ മുഴുവൻ ഡീറ്റെയിൽസ് ഈ ED ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടുന്നാണ് അവർക്ക് അതിൻ്റെ പണം ലഭിച്ചത്, ആരാണ് നിങ്ങളെ സ്പോൺസർ ചെയ്ത്, അത് മുഴുവൻ വരും. അതുകൊണ്ട് വളരെ ബൃഹത്തായ ഒരു ലിസ്റ്റ് ഇപ്പം SITയുടെ കൈവശമുണ്ട്. നമുക്കറിയാം 13ഓളം പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 13 പ്രതികളെയും, പ്രത്യേകിച്ച് വാസുവിൻ്റെയും അവിടുത്തെ പേട്ടയിലെ വീടും പത്മകുമാറിൻ്റെ വീടുകളും മുരാരി ബാബുവിൻ്റെ വീടുകളിലൊക്കെ കൃത്യമായ റെയ്ഡുകൾ 10-20 മണിക്കൂറോളം നടത്തി SIT ഉപേക്ഷിച്ച് പോയ ചില റെക്കോർഡുകൾ അവർ പിടിച്ചെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. എന്തായാലും EDയുടെ നീക്കം ഇതുപോലെയുള്ള കൊള്ളക്കാർക്ക് തീർച്ചയായിട്ടും അപകടകമാണ്. കാരണം EDയുടെ കേസിൽ അറസ്റ്റ് ഉണ്ടാവും, അതിനുശേഷം ജാമ്യം ലഭിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം പിന്നെ സുപ്രീം കോടതിയിൽ നിന്ന് മാത്രമേ ഒരു ജാമ്യത്തിനുള്ള സോഴ്സ് കാണുന്നുള്ളൂ. അതുകൊണ്ട് EDയുടെ നീക്കം അനിവാര്യമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം SIT കേസിൻ്റെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അത് റിലേറ്റഡ് കാര്യങ്ങളാണ് SIT കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതേ സമയത്ത് വിട്ടുപോയ പല കാര്യങ്ങളും ഫൈനാൻഷ്യലായിട്ടുള്ള അസറ്റുകളും അല്ലെങ്കിൽ ഫൈനാൻഷ്യലായിട്ടുള്ള മാറ്ററുകളും ആണ്. അത് ക്രിമിനൽ ഒഫൻസ് SIT അന്വേഷിക്കുന്നതായിട്ട് കണക്റ്റഡ് അല്ല എന്ന ധാരണയിലായിരിക്കാം വിട്ടുപോയത്. അല്ലെന്നുണ്ടെങ്കിൽ അത് അവരുടെ വീടുകളൊക്കെ പരിശോധന സമയം അത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതിന് വലിയ പ്രാധാന്യമില്ല എന്ന് പറഞ്ഞ് അവിടെ ഡീറ്റെയിൻ ചെയ്ത് പോയിട്ടുള്ളതാണ്. അങ്ങനെയുള്ള റെക്കോർഡുകളെല്ലാം ഇപ്പം SITയുടെ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി 21 സ്ഥലങ്ങളിലെ റെയ്ഡിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ ഓഫീസിൽ നിന്ന് വരെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ സ്വർണ്ണക്കൊള്ള നടത്തിയവർ ഏത് രാഷ്ട്രീയ പിന്തുണയുണ്ടെങ്കിലും ശരി അകത്തേക്ക് പോകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.